ഇനിയൊരു യുദ്ധത്തിനില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നയതന്ത്ര ചർച്ച തുടരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഈ കാര്യത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സന്ദർശനത്തോടനുബന്ധിച്ച് ഇറാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി അമേരിക്ക താല്പര്യം കാണിച്ചിരുന്നു. ആ വിവരം പാകിസ്ഥാനോട് ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി അടക്കമുള്ള ഉന്നതർ അവിടെ നിന്ന് ഒമാനിലേക്ക് തിരിച്ചുപോയത്. ഒമാനിൽ ഇപ്പോൾ സന്ദർശനം നടത്തി ഏകദേശം സന്ദർശനം അവസാനിപ്പിച്ചതിന് ശേഷം റഷ്യയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് തീരുമാനിച്ചത്. അങ്ങനെയായിരുന്നു അവരുടെ റൂട്ട് പ്ലാൻ. ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആദ്യം പാകിസ്ഥാൻ, പിന്നെ ഒമാൻ, പിന്നെ റഷ്യ. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒമാനിൽ നിന്ന് വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതിന് മധ്യസ്ഥ വഹിച്ചിരിക്കുന്ന രാജ്യങ്ങൾ, അതായത് ഷഹബാസ് ഷെരീഫും അസീം മുനീറും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ചില നിർദ്ദേശം പാകിസ്ഥാൻ്റേതായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്: പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ ഒരു സമിതി രൂപീകരിക്കുകയും ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഈ ഇറാനിലേക്ക് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ്. അഥവാ IAEA തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാം ഘട്ടം അവസരം നൽകുകയോ ചെയ്യുക. ആദ്യഘട്ടത്തിൽ സംയുക്തമായ രീതിയിലുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യം, അറേബ്യൻ രാജ്യങ്ങൾ ഏതോ ഒന്നോ രണ്ടോ രാജ്യം, ഇവർ സംയുക്തമായി പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധന പഠനം നടത്തണം. അതിലുള്ള പ്രശ്നം പറയുന്നത് സമ്പുഷ്ട യുറേനിയം തകർന്ന ആണവ പ്ലാന്റിലാണ് ഉള്ളത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൈവശത്തിൽ 60% പൂർത്തീകരിക്കപ്പെട്ട യുറേനിയം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ അത് അവർക്ക് എടുക്കാൻ പാകത്തിലുള്ള സംവിധാനത്തിലല്ല, തകർക്കപ്പെട്ട പ്ലാന്റിൻ്റെ അടിഭാഗത്താണ് അത് ഉള്ളത് എന്നതിനാൽ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്ന മറുപടി എത്രത്തോളം ഉണ്ടാകും, അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് ഇറാൻ പല ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. അത് ഈ അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ചയില്ല എന്നുള്ളത്. അതിനോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു പക്ഷത്ത് സമാധാനം പറയുകയും മറുപക്ഷത്ത് പരിഹാസ്യ രൂപേണയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അടിച്ച് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കും അമേരിക്ക. സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നീട് ചില ഏകാധിപത്യം, തങ്ങൾ മുമ്പ് ചെയ്യപ്പെട്ടതും രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അങ്ങനെ കണിശമായ രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അമേരിക്ക നടത്തും. അതുകൊണ്ട് അവരൊരു താല്പര്യമില്ല, യുദ്ധത്തിനാണ് താല്പര്യം. യുദ്ധത്തിന് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടല്ലോ എന്നാണ് അവരുടെ പക്ഷം. അതോടൊപ്പം തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന നിബന്ധനകൾ, അത് വളരെ പ്രധാനപ്പെട്ട 2 നിബന്ധനകളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ഇറാൻ്റെ നിബന്ധനകൾ അപ്പാടെ തന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ തങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് അമേരിക്ക റിപ്പോർട്ട് കൊടുത്താണ്. നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത രീതിയിലല്ല ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ഉള്ളത്. അവരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പലതും അവർ പുറത്തെടുത്തിട്ടില്ല. ഏതൊക്കെ മേഖല എങ്ങനെയൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചതിനെക്കുറിച്ച് അറിയില്ല. ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഈ കഴിഞ്ഞ 40 ദിവസം തുടർച്ചയായ രീതിയിൽ ആക്രമണം നടത്തിയത്. ഇറാൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ അവസാനിക്കുന്നില്ല. തന്ത്രപ്രധാനമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളോ അതിൻ്റെ സംവിധാന കാര്യങ്ങളോ യഥാർത്ഥത്തിൽ അവിടെ തലസ്ഥാന നഗരിയിൽ ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ മറ്റെവിടെ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം കണ്ടെത്തുക എന്ന വലിയ പ്രയാസമാണ്. 2 കൊല്ലത്തോളം ഇസ്രായേൽ ഹമാസിൻ്റെ ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ട് അവർക്ക് അവിടെ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, അതിൻ്റെ സംവിധാനങ്ങൾ ബൃഹത്തമാണ്. മാത്രവുമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ സമയത്തും ഏത് തരത്തിലുള്ള ആയുധം നിർമ്മിക്കുകയാണെങ്കിലും ശത്രു ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന കാഠിന്യമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം അവരുടെ ആയുധത്തിനേക്കാൾ പ്രേരശേഷിയുള്ളത് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഇറാൻ രാജ്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് യുദ്ധത്തിൽ ഞങ്ങളില്ല.
യുദ്ധമല്ല പരിഹാരം. ലോകം മുഴുവനും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ വരാൻ പോകുന്നത് ഏകദേശം നവംബർ മാസത്തിലാണ്. അതിനെത് സാരമായിട്ട് ബാധിക്കും. പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റിന് ഉണ്ടാകുന്ന അധികാര പരിധികൾ ചിലത് എടുക്കപ്പെട്ടു പോകും. ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പക്ഷത്തിന് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്ക വലിയ പേടിയുള്ള കാര്യമാണ്. അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാജ്യത്തിലെ ഭരണഘടന അനുസരിച്ചിട്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് 2 മാസമാണ്. അതായത് പാർലമെൻറ്റ് കൂടാതെ, പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെ, ഈ കോൺഗ്രസുമായിട്ട് അമേരിക്കൻ കോൺഗ്രസുമായിട്ട് അഭിപ്രായം ചോദിക്കാത്ത രീതിയിൽ കൃത്യവും വ്യക്തമായ ഒരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് എടുക്കാനുള്ള കാലാവധി 2 മാസം കഴിയാൻ പോവാണ്. 2 മാസം കഴിഞ്ഞാൽ പിന്നെ ആയുധം കിട്ടണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്കൻ കോൺഗ്രസ് ചർച്ച നടത്തണം. പിന്നീട് പാർലമെൻറ്റിൽ വരണം. കുറേ ചൊറ വിഷയങ്ങളുണ്ട്. അതോടനുബന്ധിച്ച് അധികാര പരിധി എടുത്ത് കളയുന്നതുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പിന്നീട് അതിനേക്കാണ് വലിയ ഈ പ്രഹരത്തിലേക്ക് യഥാർത്ഥത്തിൽ ട്രംപ് ഒതുങ്ങും. ഇപ്പോൾ തന്നെ മുൻപത്തെ പോലെയുള്ള വൈരമില്ല. മുമ്പത്തെ പോലെ സോഷ്യൽ ട്രൂത്തിൽ എഴുതുന്ന വാക്കുകളുടെ കാഠിന്യത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അവിടെ ആ മേഖല അപ്പാടെ തകർക്കും, ഇല്ലാതാക്കും, കംപ്ലീറ്റ് കത്തിക്കും. അവിടുത്തെ ഈ ഭരണാധികാരികൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം പോലും നിഷേധിക്കും. ആ തരത്തിലായിരുന്നു. നാഗരികത പോലും തകർക്കപ്പെടുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒന്നും അങ്ങനത്തെ വാക്കുകളൊന്നും ഇല്ല. കാര്യം ഇതൊന്നും നടക്കാത്ത കേസാണ്. മാത്രമല്ല അമേരിക്ക പറയുന്നത് ട്രംപ് പറയുന്നത് സത്യമാണോ അസത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നതിനെക്കുറിച്ച് ഇപ്പം ലോകത്തിന് സംശയമാണ്. നുണപ്രചരണം നടത്തുന്നു എന്നുള്ള നിരന്തരം ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു പരിധിവരെ ശരിയാണ് എന്നത് ലോകത്തിന് മനസ്സിലാക്കുന്ന കാര്യം. പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല, അത് മാറ്റി പറയുന്ന അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2 വിഷയങ്ങൾ. അത് വളരെ പ്രാധാന്യമായി 10 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 വിഷയമാണ് പ്രാധാന്യം. ഒന്ന് ഹോർമുസ് കടൽ. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യം തന്നെ ഉപരോധം പിൻവലിക്കണം. അവിടെ ഉപരോധം വെച്ച കാരണത്താലാണ് പല രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോകാൻ വേണ്ടി പറ്റാത്തത്, പല രാജ്യങ്ങളുടെ കപ്പൽ ഇങ്ങോട്ട് വരാനും പറ്റാത്തത്. അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ട്. മാത്രമല്ല ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരവും അമേരിക്കയ്ക്കില്ല. അത് പൂർണ്ണമായി ഇറാൻ്റെതാണ്. തങ്ങൾ അവിടുന്ന് ചുങ്കം വാങ്ങും. ആ ചുങ്കത്തെ തടയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ തുടങ്ങി ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞു. ആ നിലപാടിനെ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് തന്നെയുള്ളൂ. അല്ലെങ്കിൽ യുദ്ധത്തിനായി ഞങ്ങൾക്ക് താല്പര്യം വീണ്ടും ആവർത്തിച്ചു. രണ്ടാമത് സമ്പുഷ്ട യുറേനിയം. അത് നമ്മൾ പറഞ്ഞു. സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും അവിടെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന മറുപടിയുണ്ട്. സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതിന് അടുത്ത സ്റ്റെപ്പിൽ മറുപടി പറയേണ്ടതാണ്. എന്നാൽ സമ്പുഷ്ട യുറേനിയം തങ്ങൾ അമേരിക്കക്കോ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്കോ കൈമാറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ ഭൂമിക്ക് എത്രത്തോളം പവിത്രത ഞങ്ങൾ കാണിക്കുന്നുവോ അത്രത്തോളം പവിത്രത ഉണ്ട് തങ്ങളുടെ സമ്പുഷ്ട യുറേനിയത്തിന്. അത് രാജ്യ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ 10-30 രാജ്യത്തോളം ആണവായുധമുണ്ട്. അവരൊക്കെ പരീക്ഷ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ്. 2ാമത്തെ രാജ്യം അമേരിക്കയാണ്. പിന്നീട് അതിനോട് അനുബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങൾ പറയുന്നത് ഇസ്രായേൽ അടക്കം ആണവായുധമുള്ള രാജ്യമാണ്. എന്നിട്ട് ഇറാൻ്റെ പേരിൽ ആണവായുധവും ഇല്ലാത്തൊരു ആണവായുധത്തിൻ്റെ പേരിൽ ഇറാൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ആ പ്രവർത്തനങ്ങൾ അത് അങ്ങനെ തന്നെ ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അപ്പോൾ സമ്പുഷ്ട യുറേനിയം തങ്ങളുടെ കൈവശത്തിൽ 60% പൂർത്തീകരിക്കപ്പെട്ടതുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഞങ്ങളത് വിട്ടു നൽകില്ല. പരിശോധന നടത്താം. അത് മുൻപ് പറഞ്ഞിട്ട് IAEA വന്നിട്ട് പരിശോധന നടത്തട്ടെ എന്നുള്ളത്. എന്നാൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസലായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ ഈ നിലവിലെ സാഹചര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. അത് ഏത് തരത്തിലാണ് മറുപടി പറയുക എന്നുള്ളതും കൂടി ലോകം ഒറ്റുനോക്കണം. കാര്യം അതിന് അനുഭാവപരമായിരിക്കുന്ന ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഇതിലെ മറ്റൊരു ഭാഗം പറയുന്നത് ഇത്തരമൊരു നിലപാട് പറയാൻ വേണ്ടി പാകിസ്ഥാൻ അമേരിക്ക ചുമതലപ്പെടുത്തി എന്നുള്ളത്. ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും രീതിയിൽ വഴങ്ങുകയാണെങ്കിൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കും. കാരണം ഇത് ഭീമമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടമുള്ള ഒരു യുദ്ധമായിട്ട് ഈ അമേരിക്ക ഇത് വിലയിരുത്തുകയാണ്. അവസാനിക്കാത്തൊരു യുദ്ധം സമയത്ത് അതിന് കാഠിന്യം കൂടും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നടുപൊടിഞ്ഞു, ഇനി യുദ്ധത്തിന് ആരോഗ്യമില്ല. എന്നാൽ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അത് വെറുതെ പറയാം, ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് സൈന്യത്തിൻ്റെ ആവശ്യമില്ല, ആയുധത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ ആക്രമിച്ച് അതിൻ്റെ തിരിച്ചടി താങ്ങാൻ മാത്രം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് സാധിക്കുകയില്ല എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യുദ്ധത്തിന് താല്പര്യമില്ലെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ചില പ്രപ്പോസലുകൾ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള മറുപടിയാണ് ലഭിക്കുക എന്നതിനെ ആശ്രയിച്ചാണ് വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രൂപമുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.